ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ പാഠഭാഗമായ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ചാപ്റ്റർ ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്. അവസാനത്തെ വിലയിരുത്താം എന്ന പ്രവർത്തനം കൂടെയാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. ഓക്കെ, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഒരു ഫാമിലി അല്ലേ, ഒരു കുടുംബം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അച്ഛാ ഇതെന്തിനാ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്? ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം അച്ഛൻ പറയാണ്, ഈ പലഹാരത്തിൻ്റെ പ്രത്യേകതയാണ് മോനെ പിന്നീട് ഇതിന് പേരായിട്ട് മാറിയിട്ടുള്ളത് എന്ന് പറയാണ്. ഏത് പലഹാരമാണ് അവിടെ ഇരിക്കുന്നത്? മിക്സ്ചർ ആണല്ലേ. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും കൂടിക്കലർന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ആ പേര് തന്നെയാണ് ആ ഒരു പലഹാരത്തിനും ഉള്ളത്. കുട്ടി എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളത്? ഈ പലഹാരം പരിശോധിച്ച് ഇതിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളത് എന്ന് കണ്ടെത്തൂ. അവ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണ മിക്സ്ചറിൽ ഉണ്ടായിരിക്കുക? നിലക്കടല, പൊരിക്കടല, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, ന്യൂഡിൽസ്, അതുപോലെ ബൂണ്ടി, ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ പേര് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇനി വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെയായി പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തു ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടെ ചിത്രം നോക്കൂ. ഒന്നാമത്തെ എന്താണ്? കോൺക്രീറ്റ് ആണല്ലേ. കോൺക്രീറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ മെറ്റൽ വേണം, അതുപോലെ സിമെൻറ്റ് വേണം, അതുപോലെ തന്നെ എന്ത് വേണം? മണൽ വേണം, അല്ലെങ്കിൽ എംസാൻഡ് വേണം അല്ലേ. ഇതൊക്കെ കൂടി കലർന്നിട്ടാണ് അവിടെ കോൺക്രീറ്റ് ആയിട്ട് മാറുന്നത്. ഇനി അടുത്തത് കമ്പോസ്റ്റ് ആണ്. കമ്പോസ്റ്റ് എന്ന് പറയുമ്പോഴും അതിൽ ഒരുപാട് സാധനങ്ങൾ കൂടി കലർന്നാണ് കമ്പോസ്റ്റ് ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളാണല്ലോ ഇവ. എന്തെല്ലാം വസ്തുക്കൾ ചേർത്താണ് നാം കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്? സിമെന്റ്, മണല്, വെള്ളം, മെറ്റൽ, ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് തയ്യാറാക്കുന്നത്. കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ വീട്ടിലെ എന്തെല്ലാം ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കമ്പോസ്റ്റിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ, നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്താണ്? അപ്പോൾ ഓരോന്നും ഒന്നിലധികം വസ്തുക്കൾ ചേർന്നല്ലേ ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നിട്ടാണ് കോൺക്രീറ്റും കമ്പോസ്റ്റും മിക്സ്ചറും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ വീട്ടിൽ നാം സാധാരണ തയ്യാറാക്കുന്ന 2 വിഭവങ്ങൾ താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കൂ. എന്തൊക്കെയാണ്? ഒന്ന് സാലഡാണ്, മറ്റൊന്ന് മാങ്ങാ അച്ചാറാണ്. സാലഡ് എന്ന് പറയുന്നതിൽ ഒരുപാട് പദാർത്ഥങ്ങളുണ്ട് അല്ലേ. സാലഡിൽ എന്തൊക്കെയാണുള്ളത്? ഉള്ളി, തക്കാളി, വെള്ളരിക്ക, തൈര്, ഉപ്പ്, ക്യാരറ്റ്, ഇതൊക്കെ നമ്മൾ ഇടാറുണ്ട്. അച്ചാറിലും അച്ചാർ പൊടി ഉണ്ടായിരിക്കും. മാങ്ങയാണെങ്കിൽ മാങ്ങ, സുറുക്ക്, വിനാഗിരി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മൾ ഇടാറുണ്ട്. ആഹാരം രുചികരമാക്കാൻ ചേർക്കുന്ന ഓരോ ഘടക പദാർത്ഥങ്ങളും അവ ചേർക്കേണ്ട അളവിനും പ്രാധാന്യമുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ കുറേ ഉപ്പിടാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ അച്ചാറിൽ കൊണ്ടുപോയിട്ട് പഞ്ചസാര ഇടാൻ വേണ്ടി പറ്റുമോ? അല്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനി സാലഡ് തയ്യാറാക്കാം. ക്ലാസ്സിൽ രുചികരമായ സാലഡ് തയ്യാറാക്കിയാലോ? സാലഡ് തയ്യാറാക്കാൻ എന്തെല്ലാം ഘടക വസ്തുക്കൾ ആവശ്യമാണ്? എന്തൊക്കെ വേണം? ഉള്ളി വേണം, തക്കാളി, ഉപ്പ്, കക്കരിക്ക, പച്ചമുളക്, തൈര്, ക്യാരറ്റ്, ഇവയൊക്കെ വേണം. ചിലവർ നമ്മുടെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇടുന്നതും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്ന സാലഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി സാലഡ് തയ്യാറാക്കാം. ഓരോ ക്ലാസ്സും ഓരോ ഗ്രൂപ്പും അവരവരുടെ ആവശ്യമായ വസ്തുക്കൾ എടുത്ത് സാലഡ് തയ്യാറാക്കി ക്ലാസ്സിൽ പങ്കുവെക്കുക. ഓരോ ഗ്രൂപ്പും അവർ തയ്യാറാക്കിയ സാലഡിൻ്റെ പാചകക്കുറിപ്പ് എഴുതി അവതരിപ്പിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സാലഡ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്പിയും കൂടെ നിങ്ങളൊന്ന് അവതരിപ്പിക്കാം. ഇനി വിവിധ വസ്തുക്കൾ പല രീതിയിൽ ചേർത്താണ് നിങ്ങൾ സാലഡ് തയ്യാറാക്കിയത്. നാം നിത്യേന കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ പല വസ്തുക്കൾ ചേർന്നുണ്ടാക്കുന്നവയാണല്ലോ. കൂടുതൽ ഉദാഹരണങ്ങൾ ലിസ്റ്റ് ചെയ്യൂ. മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതി അവതരിപ്പിക്കും. അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ മാങ്ങ വേണം, അച്ചാർ പൊടി വേണം, വിനാഗിരി വേണം, ഉപ്പ് വേണം, മുളക് പൊടി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഇതൊക്കെ വേണം അല്ലേ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മാങ്ങ അച്ചാർ എന്നുള്ള ആ ഒരു മിശ്രിതം ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ, സാലഡ്, മാങ്ങ അച്ചാർ, ഇവയിലെല്ലാം ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയല്ലോ. ഇവയെല്ലാം മിശ്രിതങ്ങളാണ്. ഇതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നുണ്ടായ ധാരാളം പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവ അന്വേഷിച്ച് കണ്ടെത്തും. അപ്പോൾ എന്താണ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക.
ഇനി എങ്ങനെയൊക്കെ നമുക്ക് മിശ്രിതങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ശാസ്ത്ര കിറ്റിൽ നിന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ എടുക്കൂ. ഇവ ഉപയോഗിച്ച് എത്ര തരം മിശ്രിതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും? എന്തൊക്കെയാണ് എടുക്കേണ്ടത്? വെള്ളം, ഉപ്പ്, പഞ്ചസാര, ചോക്കുപൊടി, നാരങ്ങ, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇരുമ്പ് പൊടി, റവ, പയറ്, കടല, നെല്ല്, സുതാര്യമായ പാത്രങ്ങൾ, ചില്ലു ഗ്ലാസ്, ചെറിയ പാത്രങ്ങൾ, സ്പൂണുകൾ, ഇതൊക്കെ നിങ്ങൾ എടുക്കാം. എന്നിട്ട് അനുയോജ്യമായ പാത്രങ്ങളിൽ വ്യത്യസ്ത മിശ്രിതങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കൂ. ഓരോ മിശ്രിതത്തിലും ഉചിതമായ പേരും നൽകുമല്ലോ. ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കിയ മിശ്രിതങ്ങളുടെ പേരും ഘടക പദാർത്ഥങ്ങളും താഴെ പട്ടികയിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ കുറച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മിശ്രിതം എന്ന് പറയുന്നത് നാരങ്ങാ വെള്ളമാണ് അല്ലേ. അതിലെ ഘടകപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നാരങ്ങാ നീരൊഴിക്കും, പഞ്ചസാര, ഉപ്പ്, ജലം, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉണ്ടാക്കണമെങ്കിലോ പൊട്ടാസ്യം പെർമാംഗനേറ്റും ജലവും വേണം. ഇനി ഇരുമ്പ് പൊടി ഉപ്പ് മിശ്രിതം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഇരുമ്പ് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ORS ലായനി ഉണ്ടാക്കണമെങ്കിലോ പഞ്ചസാര, ഉപ്പ്, ജലം എന്നിവ വേണം. ചോക്കുപൊടി ലായനി ഉണ്ടാക്കണമെങ്കിൽ ചോക്കുപൊടി, ജലം എന്നിവ വേണം. ഇനി കുറച്ച് നെല്ല്, റവ എടുത്തിട്ട് നെല്ല് റവ മിശ്രിതം ഉണ്ടാക്കാം. അതുപോലെ പയറ്, കടല മിശ്രിതം ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങൾ ഉപയോഗിച്ച എല്ലാ ഘടക പദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളതാണോ? ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി പോലെയാണോ പയറ്, റവ മിശ്രിതം എന്ന് പറയുന്നത്? അല്ല. ഇനി അപ്പോൾ അത് അവിടെ എന്താ കൊടുക്കേണ്ടത്? അല്ല എന്ന് എഴുതി കൊടുക്കണം. ദ്രാവകത്തിൽ ഖരവസ്തു ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ലയിച്ചു ചേർന്നിട്ടുള്ളത്? നാരങ്ങാ വെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, ORS ലായനി എന്നിവയൊക്കെ ലയിച്ചു ചേർന്നതാണ്. ഇനി 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ ഉണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? നമ്മുടെ റവ, പയറ്, അതുപോലെ തന്നെ ഇരുമ്പുപൊടി, ഉപ്പ് എന്നിവയൊക്കെ അങ്ങനെയുള്ളതാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? ORS ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി എന്നിവയൊക്കെയാണ്. നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ പുസ്തകത്തിൽ എഴുതുക. ഇനി ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഉപ്പ് വെള്ളം, മറ്റൊന്ന് പഞ്ചസാര ലായനി, മറ്റൊന്ന് ORS ലായനി, തുരിശ് ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. ഇതൊക്കെ ദ്രാവകത്തിൽ ഖരവസ്തു ലയിച്ചു ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളാണ്. ഇനി ഖരവസ്തുവും ചേർന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റവയും ഉപ്പും കലർന്നത്, അതുപോലെ തന്നെ നെല്ല് റവ മിശ്രിതം, ഇരുമ്പുപൊടി ഉപ്പ് മിശ്രിതം, പയറ് കടല മിശ്രിതം. ഇതൊക്കെ ഖരവസ്തുവും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ചത്, മറ്റൊന്ന് ORS ലായനി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇനി മിശ്രിതങ്ങളെ കുറിച്ച് ഇനിയും ചില അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ്? എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളാണോ, എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കണ്ടെത്തലുകൾ എവിടെ എഴുതണം? ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ചിലത് നമുക്ക് മനസ്സിലായി, കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളാണോ? ഏതൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ചോക്കുപൊടി കലർത്തിയ വെള്ളം, നെല്ല് റവ മിശ്രിതം, ഇരുമ്പുപൊടി ഉപ്പ് മിശ്രിതം, പയർ കടല മിശ്രിതം. ഇനി എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളാണോ? ഉപ്പ് ലായനിയിൽ നമുക്ക് ഉപ്പ് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നാരങ്ങാ വെള്ളം പറ്റില്ല. പഞ്ചസാര ലായനി, ORS ലായനി, തുരിശ് ലായനി, ഇതൊക്കെ അത്തരത്തിൽ ഉള്ളതാണ്. അടുത്തത് പലതരം മിശ്രിതങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയല്ലോ. ഇവയിൽ ഏതെല്ലാം മിശ്രിതങ്ങളാണ് ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്? നാരങ്ങാ വെള്ളം എന്ന് പറയുന്നത് അലിഞ്ഞു ചേർന്നിട്ടുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ ഇത്തരം മിശ്രിതങ്ങൾ ലായനികളാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നതാണ് ലായനികൾ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലായനികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ, പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഖരദ്രാവക ലായനിയിൽ എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, തുരിശ് ലായനി, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി ദ്രാവക ലായനി ഏതൊക്കെയാണ്? വിനാഗിരി, ആൽക്കഹോളും ജലവും, ഗ്ലിസറിനും ജലവും. ഇനി വാതക ദ്രാവക ലായനി ഏതൊക്കെയാണ്? സോഡാ വെള്ളം, ഓക്സിജനും ജലവും, അമോണിയ വാതകവും ജലവും. വാതക ലായനി എന്ന് പറയുന്നത് ഒന്ന് വായു, പ്രകൃതിവാതകം, ഹീലിയം, നിയോൺ, ഇതൊക്കെയാണ്. ഓക്കെ. ഇനി വിവിധതരം ലായനികളെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാൻ ആഗ്രഹം തോന്നിയാൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ലായനികളിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്.
വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഉണ്ട്. പലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. 916 സ്വർണം എന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും അഥവാ വെള്ളിയും ചെമ്പും ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ 916 എന്ന് പറയുന്നത്. 916 മാത്രമേ അവിടെ എന്തുള്ളൂ? സ്വർണ്ണമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? വെള്ളിയും ചെമ്പുമാണ്. ഇപ്പോൾ 916 സ്വർണം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇതും എന്താണ്? ഒരു ഖരലായനിയാണ്. അവിടെ ഖരം എന്ന് പറയുന്ന സ്വർണവും മറ്റേ ഖരമായിട്ടുള്ള വെള്ളും ചെമ്പുമാണ് അവിടെ മിശ്രിതമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഖരലായനിയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി വിവിധതരം മിശ്രിതങ്ങൾ നാം തയ്യാറാക്കിയല്ലോ. ഒരേ വലിപ്പമുള്ള ഗ്ലാസുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് താഴെ പറയുന്നവ തയ്യാറാക്കി നിരീക്ഷിക്കും. എന്താക്ക്? ഒന്നാമത്തെ മിശ്രിതം നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം എടുക്കുക. രണ്ടാമത്തേതിൽ ഉപ്പു ലായനി എടുക്കുക. മൂന്നാമത്തേതിൽ ചോക്കുപൊടി കലർത്തിയ വെള്ളം എടുക്കാം. എന്നിട്ട് നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങൾ പരിശോധിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്ന്, ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഇതെല്ലാം ഒരുപോലെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി പഞ്ചസാര ലായനിക്കും ഉപ്പ് ലായനിയും എന്തെല്ലാം സാമ്യങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ സാമ്യങ്ങളാണുള്ളത്? രണ്ടും തെളിഞ്ഞ ലായനികളാണ്. പഞ്ചസാരയും ഉപ്പും വെള്ളത്തിൽ പൂർണ്ണമായും ലയിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം കണികകൾ അടിയിൽ അടിഞ്ഞുകൂടുന്നില്ല എന്നുള്ളതാണ്. ഇനി ചോക്കുപൊടി കലർന്ന വെള്ളവും ഉപ്പ് ലായനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അഥവാ ഉപ്പ് ലായനിയിൽ ഉപ്പ് പൂർണ്ണമായി ലയിക്കുന്നു, എന്നാൽ ചോക്കുപൊടി കലക്കിയ വെള്ളത്തിൽ ചോക്കുപൊടി പൂർണ്ണമായി ലയിക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ചോക്കുപൊടി അടിയിൽ അടിഞ്ഞുകൂടുന്നു. പക്ഷേ ഉപ്പ് ലായനിയിൽ ഉപ്പ് ഒരിക്കലും അടിഞ്ഞുകൂടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പരീക്ഷണം കൂടി ചെയ്താലോ എന്നാണ് പറയുന്നത്. മുമ്പ് തയ്യാറാക്കിയ പഞ്ചസാര ലായനി എടുക്കും. അതേ വലിപ്പമുള്ള മറ്റൊരു ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളം എടുത്ത് പഞ്ചസാര ഇട്ട് ഇളക്കാതെ വെക്കുക. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളവും പഞ്ചസാര ഇട്ട് ഇളക്കാത്ത വെള്ളവും ഒരു സ്ട്രോ ഉപയോഗിച്ച് ശ്രദ്ധയോടെ ദ്രാവകങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രുചി നോക്കുക. അപ്പോൾ രുചിയിൽ അനുഭവപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. വ്യത്യാസങ്ങളാണ് രുചിയിൽ ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ എഴുതി നോക്കാം. ഒന്നാമത്തെ മിശ്രിതം എന്ന് പറയുന്നത് പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളമാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രുചിക്കുമ്പോൾ മുകൾ ഭാഗത്ത് മധുരം തോന്നും, മധ്യഭാഗത്ത് മധുരം തോന്നും, അടിഭാഗത്തും മധുരം തോന്നും. ഇനി പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളമാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് മധുരം ഉണ്ടാവില്ല. മധ്യഭാഗം നോക്കുമ്പോൾ ചെറിയൊരു മധുരം തോന്നും, അതുപോലെ അടിഭാഗം നോക്കുമ്പോൾ വളരെ മധുരവും തോന്നും. അപ്പോൾ നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലായനിയിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ? അതെ, മധുരം എല്ലായിടത്തും ഒരുപോലെയാണ്. രണ്ടാമത്തേത്, ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എടുത്ത ലായനിയുടെ രുചിയോ? ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മധുരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി രണ്ടിലും ഘടക പദാർത്ഥങ്ങൾ ഒന്നു തന്നെയല്ലേ, എന്നിട്ടും രുചി വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? എന്താണ്? രണ്ട് മിശ്രിതങ്ങളിലും ഒരേ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. നന്നായി ഇളക്കിയ ലായനിയിൽ പഞ്ചസാര പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് വെള്ളത്തിൽ തുല്യമായി വ്യാപിച്ചിരിക്കുന്നതിനാൽ മധുരം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും അല്ലേ? ഇനി ഇളക്കാത്ത പഞ്ചസാര ലായനിയിലോ ഓരോ ഭാഗങ്ങളിലും പഞ്ചസാരയുടെ വിതരണം വ്യത്യസ്തമാണ്. പഞ്ചസാര കൂടുതലും അടിഭാഗത്തായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അതുപോലെ പഞ്ചസാര അലിഞ്ഞു ചേർന്ന ലായനി ഏകാത്മക മിശ്രിതവും പഞ്ചസാര ഇളക്കി അലിയിക്കാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഏകാത്മക മിശ്രിതം, എന്താണ് ഭിന്നാത്മക മിശ്രിതം എന്ന് നമുക്ക് നോക്കാം. അഥവാ ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും എന്താണെന്ന് നോക്കാം. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇനി ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഇനി നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലയിക്കാത്ത വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണോ? എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഒരേപോലെയാണോ? അല്ല. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം ഏകാത്മക മിശ്രിതമാണ്, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതമാണ്. ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ?
ഭിന്നാത്മകമാണോ? അവിടെ ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം എന്ന് പറയുന്നത് ഭിന്നാത്മകമായിട്ടുള്ള മിശ്രിതമാണ്. ചോക്കുപൊടി വെള്ളത്തിൽ പൂർണ്ണമായിട്ടും ലയിക്കുന്നില്ല. ഇനി അടുത്തത് കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ എന്നിവ ഏകാത്മക മിശ്രിതങ്ങളാണോ ഭിന്നാത്മക മിശ്രിതങ്ങളാണോ എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? ഭിന്നാത്മക മിശ്രിതമാണല്ലേ. കാരണം കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ എന്നിവയിലെ ഘടകങ്ങൾ എല്ലായിടത്തും ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്നില്ല. വ്യത്യസ്ത ഭാഗങ്ങളിൽ അവ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയ മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതങ്ങളെന്നും ഭിന്നാത്മക മിശ്രിതങ്ങളെന്നും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകാത്മക മിശ്രിതങ്ങളിൽ ഏതൊക്കെ വരും? നാരങ്ങ വെള്ളം, പഞ്ചസാര ലായനി, വിനെഗർ, വായു, സമുദ്രജലം, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി എന്നിവയൊക്കെ വരും. ഭിന്നാത്മക മിശ്രിതങ്ങളിൽ ചോക്കുപൊടി ലായനി, പയർ കടല മിശ്രിതം, സലാഡ്, ചെളിവെള്ളം, അച്ചാറുകൾ എന്നിവയൊക്കെ ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക വിപുലപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ ഒരു കുട്ടി ആലോചിക്കുന്ന ഒന്നാണ്, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് അല്ലേ, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. കുട്ടിയുടെ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? നിങ്ങളുടെ പ്രതികരണവും അതിനുള്ള വിശദീകരണവും ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. കൂടുതൽ ലായനികൾ പരിശോധിച്ച് നിങ്ങളുടെ കണ്ടെത്തൽ ശരിയാണോ എന്നും വിലയിരുത്തണം. അപ്പോൾ എന്താണ് ഈ പ്രസ്താവന? ശരിയാണല്ലേ. കാരണം എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. കാരണം അവയിൽ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഒരേപോലെ സംയോജിച്ചിരിക്കുന്നു. പക്ഷെ എല്ലാ മിശ്രിതങ്ങളും എന്തല്ല? ലായനികളല്ല. ഏകാത്മക മിശ്രിതങ്ങൾ മാത്രമേ ലായനികളായിട്ട് ഉണ്ടാവുകയുള്ളൂ. അടുത്തത് മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട് കിടക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനു പരിശോധിക്കൂ. വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ആരോഗ്യകരമായ ജീവിതത്തിന് വൈവിധ്യമാർന്ന മിശ്രിതങ്ങളെ ആഹാരത്തിൽ എത്രമാത്രം നാം പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചർച്ച ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നാം ശ്വസിക്കുന്ന വായു എന്ന് പറയുന്നത് എന്താണ്? അതൊരു മിശ്രിതമാണല്ലേ. പക്ഷേ അതിൽ എല്ലാം ഒരേപോലെയാണോ? അല്ല. വായുവിൽ നൈട്രജന്റെ അളവ് 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21%, മറ്റുള്ളവ 0.96%. അപ്പോൾ അതെന്താണ്? എല്ലാം ഒരേ അളവിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഏകാത്മകമല്ല, അത് ഭിന്നാത്മകമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ് വായുവിലെ ഘടകങ്ങൾ? അവയുടെ അളവുകൾ താരതമ്യം ചെയ്യുകയും വായു ഒരു മിശ്രിതമാണെന്ന് മനസ്സിലായി. വായുവിലെ ഘടകങ്ങൾ ഇതേ അളവിൽ നിലനിൽക്കേണ്ടതില്ലേ? ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത്? മാത്രമല്ല നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയുമാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുക? അന്തരീക്ഷ താപനില ഉയരാൻ കാരണമാകും. മാത്രമല്ല ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ട് മാറുകയും ചെയ്യും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിലെ വിവിധയിനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കും. മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയല്ലേ. കാരണം ഒരളവും കൂടാൻ വേണ്ടി പറ്റില്ല, എല്ലാതും അതിൻ്റെതായ അളവിൽ മാത്രമേ നിലനിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ലീനത്തിൻ്റെ ഒളിച്ചുകളി എന്നുള്ളതാണ്. പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ട് അല്ലേ. എന്നാൽ ജലത്തിൽ അയച്ചു ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പഞ്ചസാര കാണാൻ വേണ്ടി പറ്റാത്തത്? പഞ്ചസാര ശരിക്കും എവിടെയാണ് പോവുക? പഞ്ചസാരയ്ക്ക് എന്താണ് സംഭവിക്കുക അറിയോ? ഇല്ല അല്ലേ. എന്തോ സംഭവിക്കുന്നത് നമുക്കറിയാം, പഞ്ചസാര കാണാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അതിന് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അടുത്തത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വലിയ പ്ലാസ്റ്റിക് ഭരണി 1 ലിറ്ററിൻ്റെ വേണം, കരിങ്കൽ കഷ്ണങ്ങൾ, മെറ്റലാണ് 500 ഗ്രാം, ചെറുപയർ 100 ഗ്രാം, റവ 100 ഗ്രാം, ഇവയൊക്കെ എടുക്കാം. പ്രവർത്തനം: പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി ഇറക്കുക. മെറ്റലിൻ്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറത്ത് അടയാളപ്പെടുത്തണം. ഇതിലേക്ക് ചെറുപയറിട്ട് ഭരണി ഇളക്കുക. ഇപ്പോൾ മെറ്റലിൻ്റെ ഉയരം കൂടിയിട്ടുണ്ടോ? അതുപോലെ അളവ് പട്ടികയിൽ എഴുതുകയും വേണം. തുടർന്ന് റവ ഭരണിയിലിട്ട് നന്നായി തട്ടിയിറക്കുക. അതിനുശേഷം മെറ്റലിൻ്റെ ഉയരത്തിന് മാറ്റം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. അപ്പോൾ നമ്മൾ മെറ്റലിട്ടിട്ട് കഴിഞ്ഞ് കുലുക്കിയതിന് ശേഷം എന്താണ് അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാവും. അതുപോലെ ചെറുപയർ ഭരണിയിലിട്ട് കുലുക്കിയ ശേഷവും മാറ്റം സംഭവിക്കില്ല. റവ ഭരണിയിലിട്ട് നന്നായി കുലുക്കിയ ശേഷവും മാറ്റം സംഭവിക്കില്ല. അപ്പോൾ ചെറുപയറും റവയും ഇട്ട് കുലുക്കി ഇറക്കിയ ശേഷം ഭരണിക്കുള്ളിലെ മെറ്റലിൽ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ.
ഇനി ചെറുപയർ മണികൾ എവിടെയാണ് നിൽക്കുന്നത്? മെറ്റലുകൾക്കിടയിലുള്ള സ്ഥലത്താണ് നിലനിൽക്കുന്നത്. റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയത്? മെറ്റലിനും ചെറുപയറിനും ഇടയിലുള്ള സ്ഥലത്ത് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഇനി ഭരണിയിലെ മെറ്റലിലേക്ക് റവയും ചെറുപയറും ഇട്ട് കുലുക്കിയപ്പോൾ ഇവയ്ക്ക് മൂന്നിൽ സ്ഥിതി ചെയ്യാൻ വേണ്ട ആകെ ഇടത്തിന് വ്യത്യാസമുണ്ടോ? വ്യത്യാസം സംഭവിക്കില്ല എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി മെറ്റലിനിടയിലും ചെറുപയറിനും ഇടയിലും റവത്തരികൾ നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം എന്ന് പറയുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയിൽ പഞ്ചസാരയുണ്ട് എന്ന് രുചിച്ചു നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ലായനിയിലെ പഞ്ചസാര തരികൾ എവിടെ പോയി എന്ന് മുകളിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കും. എങ്ങനെയൊക്കെ എവിടെ പോയിട്ടുണ്ടാവും എന്നുള്ളത് പഞ്ചസാര ആ ഒരു ജലത്തിൽ ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ തന്നെ റവയിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് പഞ്ചസാര ലായനിയിലെ പഞ്ചസാരകളുടെ കണങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. എന്നാൽ പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുകയും ചെയ്യും. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്? പഞ്ചസാര തളികൾ ഒളിച്ചിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ പഞ്ചസാരയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ്. രുചി എന്ന് പറയുന്നത് മധുരമാണ്. ഇനി അവസ്ഥ എന്താണ്? ഖരാവസ്ഥയിലാണ്. അല്പം പഞ്ചസാര പൊടിക്കൂ, ഒരു ചെറിയ തരി എടുത്ത് പരിശോധിക്കൂ. മുകളിൽ പറഞ്ഞ സവിശേഷതകളെല്ലാം ഈ തരിക്കുണ്ടോ? ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എല്ലാ തരിയും എന്താണ്? വെള്ള തന്നെയായിരിക്കും. അതുപോലെ മധുരം ഉണ്ടായിരിക്കും, ഖരാവസ്ഥയിൽ തന്നെയായിരിക്കും. പൊടിച്ചു കഴിഞ്ഞാൽ ഒരു പൊടിയുടെ അവസ്ഥ എന്ന് മാത്രം, ആ അവസ്ഥക്ക് മാത്രമേ മാറ്റം സംഭവിക്കുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ ഗുണങ്ങൾ എല്ലാം നിലനിർത്തുന്ന പഞ്ചസാര തരികളെ വീണ്ടും എത്രമാത്രം ചെറുതാക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായുള്ള സാമഗ്രികൾ പഞ്ചസാര, ചെറിയ ചുറ്റിക, മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ സ്ലിപ്പ്, ബ്രഷ് എന്നിവയൊക്കെ നമ്മൾ എടുക്കാം. എന്നിട്ട് എന്താണ് പ്രവർത്തനം? പഞ്ചസാര തരികൾ ഒരു പേപ്പറിലെടുത്ത് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ വെച്ച് ചുറ്റിക കൊണ്ട് പൊടിക്കുക. അതിൽ നിന്നും എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തരി എടുത്ത് രുചിച്ചു നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ രുചി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രുചി എന്തായിരിക്കും? മധുരം തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ ഈ ചെറുതരികൾ ഒരെണ്ണം ബ്രഷ് കൊണ്ടെടുത്ത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നമ്മളൊന്ന് നിരീക്ഷിക്കുക. ചെറുതരി വലുതായല്ലേ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? അത് വലിയതായിട്ട് നമുക്കതിൽ തോന്നും. ഇത് വീണ്ടും ചെറുതാക്കാം എന്നും മനസ്സിലാക്കും. ഇങ്ങനെ പഞ്ചസാര തരിയെ ഒരു സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രയും ചെറുതാക്കി, എന്നാൽ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാക്കി മാറ്റും എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെയുള്ള കണികയുടെ സവിശേഷത എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും, പക്ഷെ എന്താണ്? നമുക്ക് ചിലപ്പം കാണാൻ പറ്റില്ല. അതിൻ്റെ രുചി എന്ന് പറയുന്നത് മധുരം തന്നെയായിരിക്കും. അപ്പോൾ ആ കണം പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലേ? ഇനി ഇത്തരം ചെറുകണികളാണ് നമ്മൾ എന്ത് പറയുന്നത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. ഈ ചെറുകണികളെ നമ്മൾ തന്മാത്രകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ തന്മാത്രകൾ കൊണ്ടാണ്. തന്മാത്രക്ക് ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ ചിത്രീകരണം തന്നിട്ടുണ്ട്, എങ്ങനെയാണ് തന്മാത്രയായി മാറുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇനി ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര എന്താണെന്നും അത് എത്രമാത്രം ചെറുതാണെന്നും മനസ്സിലായി, അല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും തന്മാത്ര എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? തന്മാത്ര കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് ആ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുകയും ചെയ്യും. ഇനി പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരുന്നതും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിൻ്റെയും രഹസ്യം എന്താണെന്ന് മനസ്സിലായി, അല്ലേ? ഇനി അതിലടങ്ങിയ പഞ്ചസാര തന്മാത്രകൾ ജലത്തിലുടനീളം വ്യാപിക്കുന്നു. ഈ പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണ്? എല്ലാ സ്വഭാവ ഗുണങ്ങളും അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏകാത്മക മിശ്രിതമാണ്. ഇനി എന്താണ് കണാദൻ എന്ന് പറയുന്നത്? പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായ കണാദൻ BC 2-ാം ശതകത്തിലെ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അപ്പോൾ പരമാണുവിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. അഥവാ ഈ പരമാണുവിനെയാണ് നമ്മൾ ഇന്ന് തന്മാത്ര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി തന്മാത്രകൾ അടുത്തും അകന്നും എന്നുള്ളതാണ് അടുത്ത വിഷയം എന്ന് പറയുന്നത്.
അപ്പോൾ പദാർത്ഥങ്ങൾക്ക് 3 അവസ്ഥയാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളെ അടിസ്ഥാനമാക്കിയാണ് അല്ലേ? അപ്പോൾ തന്മാത്രകളെ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിക്കുമ്പോൾ അതിന് തന്മാത്രകളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ചുറ്റും കാണുന്ന ഖരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നറിയാൻ താഴെയുള്ള ചിത്രീകരണം നോക്കാം. ഫസ്റ്റത്തെ നോക്കൂ, ഖരാവസ്ഥയിലാണ് അല്ലേ? ഖരാവസ്ഥയിൽ തന്മാത്രകൾ വളരെ അടുത്തടുത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ദ്രാവകാവസ്ഥയിൽ വരുമ്പോൾ കുറച്ചും കൂടി അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. വാതകാവസ്ഥയിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ അകലം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഏതു അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഖരാവസ്ഥയിലാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? വാതകാവസ്ഥയിലാണ്. ഇനി ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാണ്? കാരണം തന്മാത്രകൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് തമ്മിൽ ആകർഷണം കൂടുതലും ഖരാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം തന്മാത്രകളുടെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. ഇനി ആറ്റങ്ങൾ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാണ് പഞ്ചസാര തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോന്നിലും ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നാണല്ലോ മിശ്രിതം. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകും അല്ലേ? ഈ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകളെ സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ABCD എന്ന് പറഞ്ഞ 3 രീതിയിൽ, നമുക്ക് 4 രീതിയിൽ തന്നിട്ടുണ്ട്. ചിത്രീകരണങ്ങൾ നിരീക്ഷിച്ചില്ലേ? A പദാർത്ഥത്തിൽ എത്രമാത്രം തന്മാത്രകളുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? B അതിനേക്കാളുണ്ട്. Cയിലെത്തുമ്പോൾ ഒന്നും കൂടെ ഉണ്ട് അല്ലേ? ഓരോന്നിലും ഓരോ രീതിയിലാണ് ഉള്ളത്. ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് ഒരേ ഇനം തന്മാത്രകൾ ഉള്ളത്? ഏതിലൊക്കെയാണ്? Aയിലും Dയിലും ആണല്ലേ? പക്ഷേ രണ്ടും വ്യത്യസ്ത തരത്തിലാണെന്ന് മാത്രം. അപ്പോൾ വിവിധ ഇനം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്ന മിശ്രിതങ്ങളാണ് നേരത്തെ മനസ്സിലാക്കിയെന്ന്. ഇനി ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവയെ നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യങ്ങൾ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ മുകളിൽ തന്നിട്ടുള്ള ABCD എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ, ഏതൊക്കെയാണ് മിശ്രിതങ്ങൾ? ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് Aയും Dയുമാണ്. മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് Bയും Cയും ആണ്. അപ്പോൾ എന്താണ് ശുദ്ധപദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മിശ്രിതങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണോ? എല്ലാതും അങ്ങനെയല്ല അല്ലേ? ചിലത് മാത്രമേ ഉള്ളൂ. ഇനി മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധമായിട്ടുള്ള പദാർത്ഥമാണ്. ഇനി അതിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര ലായനി ചേർത്ത് കഴിഞ്ഞാൽ അത് ശുദ്ധപദാർത്ഥമാണോ? അല്ല. അപ്പം നിങ്ങൾക്കറിയാവുന്ന ശുദ്ധപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണെന്നാണ് ഇരുമ്പും ചെമ്പും പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പറയുന്നു ഞാനും അങ്ങനെ തന്നെ. കാർബൺ പറയുന്നു ഞാനും ഒരു ശുദ്ധപദാർത്ഥമാണ്. അടുത്ത ജലം പറയുന്നു ഞാനും അങ്ങനെ തന്നെ. ഹൈഡ്രജനും ഓക്സിജനും പറയുന്നു ഞങ്ങളും ശുദ്ധപദാർത്ഥങ്ങളാണ്. അപ്പോൾ താഴെ കൊടുത്ത പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും വേർതിരിക്കണം. അപ്പോൾ കഞ്ഞി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്ര എന്ന് പറയുന്നത് ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ. അപ്പോൾ അതെന്താണ്? അത് മിശ്രിതമാണ്. പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നതോ അതിൽ ഗ്രാഫൈറ്റ് ആണുള്ളത്, അത് മിശ്രിതമാണ്. പഞ്ചസാര എന്ന് പറയുന്നത് പഞ്ചസാരയാണുള്ളത്, അത് ശുദ്ധപദാർത്ഥമാണ്. സോഡ വെള്ളം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, അതെന്താണ്? മിശ്രിതമാണ്. ഇനി അടുത്തത് സംഭാരം എന്ന് പറയുന്നത് ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ. അപ്പോൾ അത് മിശ്രിതമായിട്ട് മാറും. ശുദ്ധജലം എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണ്. സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് സ്വർണം, വെള്ളി, ചെമ്പ്, ഇതെല്ലാം കൂടെ മിശ്രിതമാണ്. അപ്പോൾ അവിടെ മിശ്രിതം എന്ന് എഴുതി കൊടുക്കുക. സ്വർണം പ്യുവർ സ്വർണ്ണമാണെങ്കിലോ അത് ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ സ്വർണവും സ്വർണ്ണാഭരണവും മാറിപ്പോകരുത്. സ്വർണം ശുദ്ധപദാർത്ഥമാണെങ്കിൽ സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് മിശ്രിതമാണ്.
ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ശരിക്കും ഒരു ശുദ്ധ പദാർത്ഥമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാല്, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റു എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് പറയാം. ഇനി ഇവിടെ ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓരോ വിഭാഗത്തിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താം. ശുദ്ധപദാർത്ഥത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വെള്ളി, സൾഫർ, പഞ്ചസാര, നൈട്രോജൻ. ഏകാത്മക മിശ്രിതമാണെങ്കിൽ അതിൽ ഗ്ലൂക്കോസ്, ലായനി, വെളിച്ചെണ്ണ, വിനാഗിരി. ഭിന്നാത്മക മിശ്രിതത്തിൽ സാലഡ്, അച്ചാറുകൾ, ഗ്രാനൈറ്റ്, മണ്ണ് ഇതൊക്കെ എഴുതാം. ഇനി കൂടി കലർന്നവ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി കലർന്നവയാണല്ലോ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ താഴെ തന്നിരിക്കുന്ന മിശ്രിതങ്ങൾ ശ്രദ്ധിക്കൂ. ഈ മിശ്രിതങ്ങളിൽ നിന്ന് അതിലെ ഘടക വസ്തുക്കളെ എങ്ങനെ വേർതിരിക്കാം? ഒന്ന് തന്നിട്ടുള്ളത് കല്ല് കലർന്ന അരിയാണ്. അടുത്തത് മണലും ഇരുമ്പ് പൊടിയും കലർന്നത്. അപ്പോൾ ഇവിടെ കല്ല് കലർന്ന അരിയിൽ നിന്ന് നമുക്ക് എങ്ങനെ കല്ല് വേർതിരിക്കാം? കരിയിൽ നിന്നും കല്ലുകളെ പെറുക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. കൈ കൊണ്ട് നമ്മൾ പെറുക്കിയെടുക്കണം. ഇനി മണലിൽ നിന്നും കാന്തം ഉപയോഗിച്ച് നമുക്ക് ഇരുമ്പ് പൊടിയെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. രണ്ട് രീതിയിലാണ് നമ്മൾ വേർതിരിക്കുന്നത്. ഈ രണ്ട് മിശ്രിതങ്ങളിലെ ഘടക പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഒന്ന്, അരിയും കല്ലും ഒരേ നിറത്തിലാണോ? അവയ്ക്ക് ഒരേ വലിപ്പവും ആകൃതിയും വലിപ്പവുമാണോ? ഒരേ നിറവും ആകൃതിയും വലിപ്പവും അല്ല. ഇനി ഇവയിൽ ഏതു മിശ്രിതത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ സാധിക്കുന്നത്? ഏതാണ്? കല്ല് കലർന്ന അരിയിലെയാണ്. ഇനി കല്ലിന് അരിയുടെ അതേ വലിപ്പവും നിറവും ആയിരുന്നെങ്കിൽ പെറുക്കി മാറ്റാൻ സാധിക്കുമോ? സാധിക്കില്ല. അടുത്തത്, ഇരുമ്പ് പൊടി മണലിൽ നിന്ന് കൈകൊണ്ട് പെറുക്കിയെടുക്കാൻ കഴിയുമോ? കഴിയില്ല. ഇനി ഇരുമ്പ് പൊടിയുടെ മറ്റേതെങ്കിലും സവിശേഷത പ്രയോജനപ്പെടുത്തി ഇരുമ്പ് പൊടി മണലിൽ നിന്നും വേർതിരിക്കാൻ കഴിയുമോ? കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാൻ വേണ്ടി പറ്റും. ഘടകവസ്തുക്കളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ രണ്ട് വേർതിരിക്കൽ രീതിയിലും നാം പ്രയോജനപ്പെടുത്തുന്നത്? ഏതൊക്കെയാണ്? നിറം, ആകൃതി, വലിപ്പം, കാന്തിക സ്വഭാവം എന്നിവയാണ്. ഈ രീതിയിൽ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണം. ഒന്ന്, പെറുക്കി മാറ്റൽ. എന്തൊക്കെയാണ്? അരിയിൽ നിന്ന് കല്ലുകൾ മാറ്റുന്നത്, കശുവണ്ടിയിൽ നിന്ന് കേടായത് മാറ്റുന്നത്, പയറിൽ നിന്നും കല്ലുകൾ മാറ്റുന്നത്. ഇതൊക്കെ നമ്മൾ പെറുക്കിയെടുക്കേണ്ടതാണ്. ഇനി കാന്തം ഉപയോഗിച്ച് വേർതിരിക്കൽ ഏതൊക്കെയാണ്? മണലിൽ നിന്നും ഇരുമ്പ് വേർതിരിക്കുന്നത്, മാലിന്യത്തിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ മാറ്റുന്നത്. ഇതൊക്കെ കാന്തം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് അവയുടെ വേർതിരിക്കൽ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? താഴെ പറയുന്ന സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്ന വേർതിരിക്കൽ രീതി ചർച്ച ചെയ്യൂ. ഘടക വസ്തുക്കളുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഓരോന്നിനും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ചായയിൽ നിന്നും ചായപ്പൊടി വേർതിരിക്കുക. നമ്മൾ എന്താ അവിടെ ചെയ്യുക? അരിച്ചു മാറ്റുക അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടത്തുകയാണ് നമ്മൾ ചെയ്യുക. ഇനി അരി വേവിക്കുന്നതിന് മുമ്പ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകൾ ഏതു മാർഗത്തിലൂടെയാണ് നീക്കം ചെയ്യുന്നത്? നമ്മൾ കൈ കൊണ്ട് മാറ്റുകയാണ് ചെയ്യാറ്. അടുത്തത്, കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? നമ്മൾ ഫിൽട്രേഷൻ വഴി തന്നെയാണ് നടത്താറുള്ളത്. ഇനി വീടുപണികൾ ഉപയോഗിക്കുന്ന മണലിൽ നിന്നും ചരലും മറ്റു മാലിന്യങ്ങളും വേർതിരിക്കുന്നത് തരിക്കൽ വഴിയാണ്, അല്ലേ? നമ്മൾ മണലിങ്ങനെ തരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനിയുമുണ്ട് വേർതിരിക്കൽ രീതി. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കൂ. ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു, മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നു, നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. ഓരോ ചിത്രവും വിശകലനം ചെയ്യൂ. ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങൾ താഴെ പറയുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തി പട്ടികയിൽ എഴുതണം. ഇവിടെ ഒന്നാമത്തെ സന്ദർഭം, ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുക, അല്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? വേർതിരിക്കൽ മാർഗം ബാഷ്പീകരണമാണ് അവിടെ നടത്തുന്നത്. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് അവിടെ കടയലാണ് നടത്തുന്നത്. മണലിൽ നിന്ന് ഉപ്പ് പൊടി വേർതിരിക്കുന്നത് കാന്തം കൊണ്ടാണ് വേർതിരിക്കുന്നത്. നെല്ലും പതിരും വേർതിരിക്കുന്നത് ചേറൽ അല്ലെങ്കിൽ വായു പ്രവാഹത്തിലൂടെയാണ്. പട്ടികയിൽ അവസ്ഥാമാറ്റത്തെ പ്രയോജനപ്പെടുത്തി ലയിച്ചു ചേർന്ന ഘടകത്തെ വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നതാണ്, അല്ലേ? അഥവാ ബാഷ്പീകരണം നടത്തുന്നതാണ്. ഇനി തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന രീതി മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അവിടെ എന്താ ചെയ്യുന്നത്? ആ മിശ്രിതത്തെ വൃത്താകൃതിയിൽ വേഗത്തിൽ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിലും അതേ പ്രയോഗം തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഘടകത്തിന്റെ കാന്തിക സ്വഭാവം പ്രയോജനപ്പെടുത്തി വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? മണലിൽ നിന്നും ഇരുമ്പ് പൊടി വേർതിരിക്കുന്നതാണ്.
ഇനി നെല്ലും പതിരും വേർതിരിക്കാൻ അവയുടെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അവിടെ ഘടക കണികകളുടെ ഭാരങ്ങളിലുള്ള വ്യത്യാസമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ഘടക വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് വേർതിരിക്കലിന്റെ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന വിവിധ വേർതിരിക്കൽ രീതികളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി ശരീരത്തിനുള്ളിലെ മാലിന്യം വേർതിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്ന കൃത്രിമ അരിക്കൽ പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഡയാലിസിസ് എന്നുള്ളത്? ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് 7ാം ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കാനും ഉണ്ട്. ഇനി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? മിശ്രിതങ്ങളുടെയും ശുദ്ധപദാർത്ഥങ്ങളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും മനസ്സിലാക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ തന്നെയാണ് അല്ലേ? ദൈനംദിന ജീവിതം മെച്ചപ്പെടാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ? മാത്രമല്ല ആവശ്യമായ സന്ദർഭങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും വിവിധ വേർതിരിക്കൽ രീതികൾ ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം. ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉയർന്ന ക്ലാസ്സുകൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കാൻ വേണ്ടി ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി പാഠഭാഗം കഴിഞ്ഞു. പാഠഭാഗം മൊത്തം നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് നോക്കാനുള്ളത്. 1. സോഡ വെള്ളത്തിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരു പാനീയം തയ്യാറാക്കി. ഇനി ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉപ്പ്, പഞ്ചസാര, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം, അല്ലെങ്കിൽ എന്താ പറയാം, ഉപ്പ്, പഞ്ചസാര, അതുപോലെ തന്നെ ജലം ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് എന്ത് പറയുന്നത്, സോഡ വാട്ടർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടിലെ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഈ പാനീയം ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മകമാണോ? ഏതാണ്? ഏകാത്മക മിശ്രിതമാണ്, കാരണം നന്നായിട്ട് ഇളക്കിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ഗ്ലാസ്സിനടിയിൽ അലിയാതെ കിടക്കുന്നുണ്ട്. ഈ മിശ്രിതം ഏകാത്മക മിശ്രിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്താൽ മതി? 1 സ്പൂൺ എടുത്തിട്ട് ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും ഉപ്പ് എത്തും. 3. ഇരുമ്പ്, പിച്ചള, സ്വർണ്ണാഭരണം, വെങ്കലം, കാർബൺ ഡൈ ഓക്സൈഡ്, അലുമിനിയം എന്നീ പദാർത്ഥങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ശരിയായത് ടിക്കിടുക. ഒന്നാമത്തത്, ഇവയെല്ലാം ശുദ്ധപദാർത്ഥങ്ങളല്ല. 2. പിച്ചള, ഇരുമ്പ്, വെങ്കലം എന്നിവ ലോഹമിശ്രിതമാണ്. 3. സ്വർണ്ണാഭരണം മിശ്രിതമാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, അലുമിനിയം എന്നിവ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവയെല്ലാം ശുദ്ധപദാർത്ഥങ്ങളല്ല എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ഈ പിച്ചള, ഇരുമ്പ്, വെങ്കലം എന്നിവ ലോഹമിശ്രിതങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണ്. തെറ്റാണ് അല്ലേ? അത് തെറ്റാണ്. സ്വർണ്ണാഭരണം മിശ്രിതമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, അലുമിനിയം എന്നിവ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഇതും ശരിയാണ്. അപ്പോൾ എയും സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ഇതോടുകൂടിയിട്ട് ഇതും കഴിഞ്ഞു. തുടർ പ്രവർത്തനം കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ട് 2ലെ ഓരോ പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.